ഇതിന്ന് വിളവെടുത്തൊരു ചക്കയാണ്. ഇത് സാധാരണ ഒരു ചക്കയല്ല. ഇതിനെ തേൻ വരിക്ക എന്ന് പറയും. നിങ്ങൾ എത്ര ആൾക്കാർ ഇതിനെ അറിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് വൈരങ്കോടാണ്. വൈരങ്കോട് പല്ലാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, എൻ്റെ വീട്ടിലാണ്. ഇവിടെ ഒരു അറിയപ്പെടാത്ത ഒരു കർഷകനുണ്ട്. അതേപോലെ ഇവിടെ ഒരുപാട് വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വിദേശ പഴവർഗ്ഗങ്ങളുണ്ട്. അതിൻ്റെ ആ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ചെറിയൊരു വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. നല്ല മധുരമുണ്ട്. അപ്പോൾ ഇതൊരു തേൻ വരിക്ക എന്ന് പറഞ്ഞ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചക്കയാണ്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള പല വിദേശ ഇനം പഴവർഗ്ഗങ്ങളും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഈ തൈകളൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ നട്ട് വളർത്തിയ ഈ കർഷകനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് മറ്റാരുമല്ല, എൻ്റെ ഫാദറാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ പേര് ഫാറൂഖ് എന്നാണ്. ഇതാണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ കണ്ട തേൻ വരിക്ക. ഏകദേശം 3-ാം വർഷമാണ് ഈ കായ്ക്കുന്നത്. ഒരുപാട് ചക്കകളുണ്ട്. 2 വർഷം ഓരോ ചക്ക വീതം ഉണ്ടായത്. അത് ശരിക്കും ഉപയോഗിക്കാൻ കിട്ടിയില്ല. അപ്പോൾ ഇതിന് മഴ വന്ന് വർഷക്കാലം വന്നതുകൊണ്ട് അത് അതിൻ്റെ ടേസ്റ്റ് രുചി അറിയാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ വർഷം ഒരുപാട് ചക്ക കിട്ടി. അതിൽ നിന്ന് ആദ്യ വിളവെടുപ്പ് നടത്തി ആ ചക്കയാണ് മുമ്പ് വീഡിയോയിൽ കണ്ടത്. ഇത് ഒരുപാട് വലിപ്പമൊന്നും ഉണ്ടാവില്ല, ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. ഇത് ഏകദേശം ഇത്ര തന്നെ വലിപ്പം വെക്കാറുള്ളൂ. സാധാരണ പ്ലാവൊക്കെ ആണെങ്കിൽ ഒരുപാട് വലിപ്പം ഉണ്ടാവില്ലേ? അതെ. കൂടുതലൊന്നും അറിയാനില്ല. നമുക്ക് ആവശ്യത്തിനുള്ള പരിചരണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് ചക്കയും കായ്ക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം കണ്ടത്. അതിനൊരു ഉദാഹരണമാണ് ഈ മാവ്. ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് സീഡ് മുളപ്പിച്ചതാണ്. സീഡ് മുളപ്പിച്ച് ഇപ്പോൾ ഇതിന് 5 വർഷമായി. 3-ാം വർഷം തന്നെ കായ തുടങ്ങി. ഇപ്പോൾ ഇതാ ഫലം ഉണ്ട്. മാങ്ങ, ആപ്പിൾ മാംഗോ പറയും, ഇതാ കായ്ച്ചിട്ടുണ്ട്. ആപ്പിൾ മാംഗോ ഇത് ഇന്ത്യൻ വെറൈറ്റി ആണോ അതോ? അത് അതെ, ഇന്ത്യനാണ്. അത് ഒത്തിരി മാങ്ങകളുണ്ട്. ഇതാണ് മറ്റൊരു ഐറ്റം. ഇത് ആപ്പിൾ മാംഗോ എന്നാണ് പറയുന്നത്. ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ട ആപ്പിൾ മാംഗോ എന്ന് പറഞ്ഞ ആ മാവ്. ഇത് ഒരുപാട് വലുതായിട്ടൊന്നും പോകുന്നില്ല, ചെറുതായിട്ട് തന്നെയാണ് ഈ മാവ് നിൽക്കുന്നത്. പിന്നെ ഒരുപാട് ഇപ്പോൾ മാങ്ങ ഇതിലുണ്ട്. പിന്നെ ഈ മാവിൻ്റെ പേരാണ് കാലാപ്പാടി. ഇത് കാഴ്ചയിരുന്നു, പക്ഷേ കുട്ടികളതെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ചെറിയ പൂവ് കാണുന്നുണ്ട്. അത് മാംഗോ ആവോ ഇല്ലയെന്ന് അറിയില്ല. ഇതാണ് കാലാപ്പാടി പറഞ്ഞ മാങ്ങ. ഇനി നമുക്ക് അടുത്തൊരു മാവ് കാണാം. ഇതാണ് നാംഡോഗ് മായിയാണ്. നല്ല കരുത്തുള്ള ഒരു തൈയാണിത്. ഇതിന്മേ പൂവുണ്ടായിട്ടുണ്ട്. ഈ വർഷം പൂവ് കാണുന്നുണ്ട്. ഇതിൻ്റെ മുമ്പ് ഇത് പൂവുണ്ടായിരുന്നു, അതെല്ലാം കൊഴിഞ്ഞു പോയി. ഇതാ ഇപ്പോൾ വീണ്ടും പൂവ് കാണുന്നുണ്ട്. ഇത് എത്ര വർഷം വെച്ചിട്ട്? ഇത് 3 വർഷം ആവണേ ഉള്ളൂ. പ്രത്യേകിച്ച് വളം എന്തെങ്കിലും ഇടുന്നുണ്ടോ? മെയിനായിട്ട് ചാണകപ്പൊടിയാണ് ഇതിനിടുക. പിന്നെ നമ്മൾ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, പിന്നെ കുറച്ച് രാസവളം ചേർക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് ഇതാണ് അബിയു എന്ന് പറഞ്ഞ ഒരു വിദേശ ഫ്രൂട്ടാണ് അബിയു. ഇത് കാഴ്ചിട്ടില്ല. ഇത് ഏകദേശം ഒരു 2 വർഷം ആയിട്ടേ ഉള്ളൂ വെച്ചിട്ട്. ഇത് എത്ര വർഷം എടുക്കും കായ്ക്കാൻ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 3 വർഷം 4 വർഷത്തിൻ്റെ ഉള്ളിൽ കായ്ക്കുന്നതാണ്. ഇത് വാങ്ങിച്ച നഴ്സറിയിൽ നിന്ന് എന്നോട് പറഞ്ഞത്. മണ്ണുത്തി കല്ലട ഗാർഡൻസ് ഗോപിയേട്ടൻ എനിക്ക് തന്നതാണ്. പിന്നെ അടുത്തതായിട്ട് ഗോപിയേട്ടൻ എനിക്ക് തന്നത് അച്ചാച്ചെറു. അപ്പോൾ ഇതാണ് കല്ലട ഗോപിയേട്ടൻ തന്ന അച്ചാച്ചെറു എന്ന് പറഞ്ഞ ഫ്രൂട്ടിൻ്റെ തൈ. വെച്ചിട്ട് ഒരു 2 വർഷം ആവണേ ഉള്ളൂ. നല്ല ഗ്രോത്താണ്. നല്ല അച്ചാച്ചെറു എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അച്ചാച്ചെറു എന്ന് പറഞ്ഞ ഒരു പഴമാണ്. വിദേശപ്പഴമാണ്. അത് സത്യത്തിൽ ഫ്രൂട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ അത്ര ഫെമിലിയർ അല്ല അല്ലേ ഫ്രൂട്ട്? മാർക്കറ്റിൽ അങ്ങനെ ചെറിയ രീതിയിലൊക്കെ കാണാൻ തുടങ്ങണേ ഉള്ളൂ. അല്ലാതെ പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറിയ രീതിയിലുള്ളൊരു പച്ചക്കറിയൊക്കെ. ഇത് വഴുതനങ്ങയാണ്.
പിന്നെ അടുത്തതായിട്ട് ഞാൻ ചെറിയ കുറച്ച് വെണ്ടയ്ക്ക നട്ടിട്ടുണ്ട്. അതിലിങ്ങനെ കായ പിടിച്ച് വരുന്നേ ഉള്ളൂ. അത് ഞാനൊരു അടിസ്ഥാനത്തിൽ രാസവളം ചേർത്തത് ഈ ഭാഗം, രാസവളം ചേർക്കാത്തത് ആ ഭാഗമാണ്. ചേർത്തത് ഈ ഭാഗം, ഈ ഭാഗത്താണ് ഞാൻ രാസവളം ഒരേ സമയത്ത് വെച്ചാണ്. ഇപ്പോൾ ഇതാ പൂവ് വന്ന് കായ വരാൻ തുടങ്ങുന്നുണ്ട്. അതാ കണ്ടില്ലേ, വിളവെടുപ്പ് ഞാൻ നടത്തിയിട്ടുണ്ട്. ഇന്ന് ചെറിയ രീതിയിൽ ഞാൻ വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വിളവെടുപ്പ് നടത്തിയ വെണ്ടയാണിത്. നമ്മളെ റെഡ് വെണ്ട ആവണേ ഉള്ളൂ. എന്താ ചെറുതായിട്ട് ഇങ്ങനെ പൂവൊക്കെ വന്ന് വെണ്ട ആയി വരുന്നേ ഉള്ളൂ. അടുത്തതായിട്ട് നമുക്ക് പയർ നോക്കാം. ഇതാണ് മീറ്റർ പയർ എന്ന് പറയും. ഒരു വയലറ്റ് കളറിലുള്ള പയറാണ്. അത്യാവശ്യം നമുക്കൊരു വീട്ടിലേക്ക് ഒരു നേരം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം. അടുത്തായിട്ട് ഇതാണ് നമ്മളെ പയർ. സാധാരണ നമ്മളെ പയർ പറയുന്നത്. ഇതെല്ലാം നമ്മൾ ചെറിയ രീതിയിൽ ഒരു തയ്യോ 2 തയ്യോ ഒക്കെ വെച്ചാൽ ഒരു നേരത്തേക്കുള്ള നമുക്കുള്ള ഭക്ഷണത്തിലേക്കുള്ള ഒരു നമ്മൾ പറയാ കൂട്ടാൻ എന്നൊക്കെ പറയും, ഉപ്പേരി ഉണ്ടാക്കാനുള്ളതാവും. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് എന്ത് കാണാം? ചുരക്ക എന്നും പറയും, ചിരങ്ങ എന്നും പറയും. ഇതാണ് ചിരങ്ങ, ആയി വരുന്നേ ഉള്ളൂ. ഇതാണ് ചിരങ്ങ, അതായത് ചുരക്ക എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം ഉണ്ടത്. ഇവിടെ എല്ലാം ഉണ്ട്, കായ്ച്ച് വരുന്നേ ഉള്ളൂ. 2 ദിവസം മുമ്പ് പൊട്ടിച്ചിട്ടുണ്ട്, അറുത്തിട്ടുണ്ട്, വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട് 2 ദിവസം മുമ്പ്. അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് റൊണാൾഡിയ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ് നഴ്സറിയിൽ നിന്ന്. അപ്പോൾ ഞാനിത് ഗ്രൂപ്പിലൊക്കെ ഇട്ട് ചോദിച്ചപ്പോൾ സീതപ്പഴമാണെന്നാണ് പറയുന്നത്. എന്തായാലും പൂവിട്ടിട്ടുണ്ട്, ഫലം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചിക്കു പരിചയപ്പെടാം. ഇതാണ് പിന്നെ ഞാൻ നഴ്സറിയിൽ നിന്ന് കൊടുക്കുന്ന ചിക്കു, അതായത് സപ്പോട്ട. ഇത് അടുത്ത വർഷം കായ്ക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വെച്ചിട്ട് എത്രയായി? ഇപ്പോൾ വെച്ചിട്ട് 1 വർഷം ആവണേ ഉള്ളൂ. ചിക്കുവിൻ്റെ വേറൊരു വെറൈറ്റി ചിക്കു അവിടെ ഉണ്ട്, നമുക്കത് കാണാം. ഇതാണ് ഞാൻ ആ വെറൈറ്റി ചിക്കു എന്ന് പറയുന്നത്, സപ്പോട്ട എന്ന് പറഞ്ഞത്. ഇതൊരു റെഡ് കളറാണെന്നാണ് എനിക്ക് നഴ്സറിയിൽ നിന്ന് എന്നോട് പറഞ്ഞത്. പൂവിട്ടിട്ടുണ്ട്, പുഷ്പിച്ചിട്ടുണ്ട്. അത് ഈ വർഷം കായ്ക്കുമെന്ന് അറിയില്ല.